2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട പോരാട്ടം ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 8 മണിക്ക് ബാർബഡോസിൽ. അവരുടെ തീപാറും പോരാട്ടത്തിലാണ് ഇന്ന് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സാക്ഷിയാവുക. ഈ ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അപരാജിതരായാണ് മുന്നേറിയത്. വിജയ തുടർച്ചയൊരുക്കി കിരീടത്തിൽ മുത്തമിടാൻ ഇരു ടീമുകളും ബാറ്റിംഗ് വെടിക്കെട്ടിന് ശ്രമിക്കുമെന്ന് തീർച്ച. അട്ടിമറിയിലൂടെ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ അഫ്ഗാനിസ്ഥാനെ തുരത്തിയാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞാണ് ഇന്ത്യയുടെ കുതിപ്പ്. ഇന്ത്യയുടെ മൂന്നാം 2020 ഫൈനലാണിത്. ദക്ഷിണാഫ്രിക്ക ഇതാദ്യമായാണ് 2020 ലോകകപ്പിന്റെ കലാശപ്പോരിന് അർഹത നേടുന്നത്. 10 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തിയിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി അനായാസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയയെയും ഇംഗ്ലണ്ടിനെയും പോലുള്ള T20 വമ്പന്മാരെ കീഴടക്കി ഫൈനലിലെത്തിയിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക അത്ര ശക്തരായ എതിരാളികളായിരിക്കാൻ സാധ്യതയില്ല. ഹെൻറിച്ച് ക്ലാസിനും മട്രവും അടങ്ങുന്ന ദക്ഷിണാഫ്രിക്കയുടെ മധ്യനിര ഇന്ത്യയുടെ സ്പിൻ ത്രയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ മത്സരത്തിന്റെ ഫലം. വിരാട് കോഹ്ലിയുടെ മങ്ങിയ ബാറ്റിംഗ് ഫോം മാത്രം ആശങ്കാകുലമാക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ രോഹിത് ശർമ്മയുടെ ആക്രമണാത്മകമായ ബാറ്റിംഗ് തന്നെയാണ് പ്ലസ് പോയിന്റ്. ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെയും സൂര്യകുമാർ യാദവിന്റെയും മികച്ച പ്രകടനങ്ങൾ കൂടിയാകുമ്പോൾ ഈ കപ്പ് ഇന്ത്യയിലേക്ക് തന്നെ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുതന്നെയായാലും ഇതുവരെയും ടൂർണമെന്റിൽ പരാജയമറിയാത്ത രണ്ടു ടീമുകൾ തമ്മിലുള്ള ഈ ഫൈനൽ മത്സരം അത്യന്തം ആവേശഭരിതമായിരിക്കും എന്ന് തന്നെ കരുതുന്നു. 2007 2020 ആദ്യ പതിപ്പിൽ കിരീടം നേടിയതിനു ശേഷം 2014 ഇന്ത്യ ഫൈനലിലെത്തിയെങ്കിലും ശ്രീലങ്കയോട് പരാജയപ്പെടുകയായിരുന്നു. കരുത്തരായ അഫ്ഗാനിസ്ഥാനെയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിനെയും എല്ലാം തോൽപ്പിച്ച ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി നിഷ്പ്രയാസം മറികടക്കാൻ കഴിയുമെന്നാണ് പ്രവചനമെങ്കിലും എതിരാളികളെ ഞെട്ടിപ്പിക്കുന്ന വിധം മത്സരഗതി മാറ്റിയെഴുതാൻ കെൽപ്പുള്ളവരാണ് ആഫ്രിക്കൻ സംഘം. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.